യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും ക്രിസ്തുവിലേറെ സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയ രാജു പാസ്റ്റർ അടക്കം ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃദാസന്മാർ, മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുകയും ആരാധനയുടെ നിർവൃതിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ബീജാന നേതൃത്വത്തിലുള്ള ഗായക സംഘം, ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന വിശ്വാസ സമൂഹം, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. എൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു ഈ IPC പ്രയർ സെൻറ്റർ, തിരുവല്ല പ്രയർ സെൻറ്റർ സഭയിൽ വന്ന് സഭായോഗത്തിൽ ഒരു ദിവസം സംബന്ധിക്കുക എന്നുള്ളത്. ഇന്ന് അതിനുള്ള അവസരം ലഭ്യമായതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസൻ എനിക്ക് സമയം അനുവദിക്കുമെന്നൊന്നും വിചാരിച്ചല്ല ഞാൻ ഇവിടെ വന്നത്. എന്നാൽ ലഭ്യമാക്കപ്പെട്ട ഈ അവസരത്തെ ഭാഗ്യമായി പദവിയായി കർത്താവ് നൽകിയ അവസരമാണ് നിമിഷമായി കണക്കാക്കി എല്ലാ ബഹുമാന പുകഴ്ചയും കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നതോടൊപ്പം ബഹുമാന്യ കർത്തദാസനുള്ള ഹൃദയംഗമായ നന്ദി പ്രാരംഭത്തിൽ തന്നെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ജന്മനാ ശാരീരികമായ വൈകല്യങ്ങളോടെ വളരുന്ന കുഞ്ഞിൻ്റെ സ്പൈനൽ കോഡ് ശരിയായി വികസിപ്പിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്ന മെനിഞ്ചോസിൽ എന്ന രോഗത്താലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. അതോടുകൂടി മുന്നോട്ട് എൻ്റെ ജീവിതം യാത്രയാകുവാൻ ഇടയായി തീർന്നു. ചില ദിവസങ്ങൾ ജീവിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി നട്ടലിൽ നിന്നുള്ള ഫ്ലൂയിഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്തത് മൂലം എൻ്റെ തല വളരുവാൻ തുടങ്ങി. ഹൈഡ്രോസെഫാലസ് എന്ന കണ്ടീഷനും കൂടി ഞാൻ ബാധിതനാകുവാനായിട്ട് ഇടയായി തീർന്നു. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത പ്രിയപ്പെട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ശരീരത്തിൽ പല നിലകളിൽ ട്യൂബുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ തല വളരുന്നത് കൊണ്ട് തല നേരെ നിൽക്കത്തില്ല. ചില ദിവസങ്ങൾ മാത്രമേ ജീവിക്കുമ്പോൾ തന്നെ മരുന്നിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കാൻ ഇടയുണ്ട് എന്നൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലും വിലയിരുത്തലും. അങ്ങനെ മരുന്നുപയോഗിക്കുകയും മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് മുമ്പേ ഇവിടെ പ്രിയ തടത്തിലച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം എന്ന വണ്ണം എൻ്റെ മാതാപിതാക്കളൊരു തീരുമാനമെടുത്തു. മരുന്നുപയോഗിക്കുകയും മാനസിക വൈകല്യങ്ങളെയും പ്രകടമാക്കുന്നത് കാണാതിരിക്കുവാൻ മരുന്നിനെ ഉപയോഗിക്കേണ്ട. ഡോക്ടേഴ്സ് വിളിച്ച് പല വിധത്തിൽ മാതാപിതാക്കളെ ശകാരിക്കുകയും മരുന്ന് ഉപയോഗിക്കാതിരുന്നാലുള്ള പാർശ്വഫലങ്ങളെക്കുറിച്ച് അവരെ ഓർപ്പിക്കുകയും ഭയപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും ദൈവത്തിലുള്ള ആഴമായ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മരുന്നിനെ ഉപയോഗിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഞാൻ കമ്പിവാചകം പോലെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എൻ്റെ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ ചില ദിവസങ്ങളെ ജീവിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് മരുന്ന് ഉപയോഗിക്കാതെ ജീവിതായോധനം സാധ്യമാകുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് മരുന്നിൻ്റെ സഹായം നിർത്തൽ ചെയ്തതുമൂലം മുന്നോട്ട് ദൈവിക പ്രവർത്തികൾ ആരംഭിക്കുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ മാനുഷിക സാധ്യതകൾ അവസാനിക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാനിടയാകും. വെറും കേട്ടറിവിലും കണ്ടറിവിലും പ്രസംഗിച്ചാൽ പലപ്പോഴും അത് വാക്കുകളുടെ പ്രകടനമായി മാത്രം ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ
ചില്ലറയായ യാഥാർത്ഥ്യങ്ങളിൽ തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ആസ്വദിച്ചറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹത്തെയും അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരസ്പർശത്തെയും ആയതുകൊണ്ട് അതിന് മാറ്റ് ഏറെയാണ്. അങ്ങനെ ചില ദിവസങ്ങളെ ജീവിക്കുന്ന വേദശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് ചില ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. മരുന്ന് ഉപയോഗിക്കാതെ, തലയ്ക്ക് ഒരു വിധത്തിലുള്ള കേടുകൾ സംഭവിക്കാതെ ഇന്നും ആരോഗ്യവാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കർത്താവിനെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന കരത്തിൻ്റെ സ്പർശമല്ലാതെ മറ്റൊന്നല്ലെന്ന് ഉച്ചൈസ്തരം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് കഴിയും. ഒരു മറ്റാരുടെയും പരാശ്രയം കൂടാതെ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഒരു കിടപ്പിൽ കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എനിക്കുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ എൻ്റെ ഭവനത്തിൽ വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ലാഭേച്ഛകൾ ഒന്നും കൂടാതെ പ്രിയ കർത്തദാസൻ രാജു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചത് പലപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്, കർത്താവിന് സ്തോത്രം ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ ദാസൻ അങ്ങനെ അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നും ആരോഗ്യത്തോടെ കർത്തൃസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവിനെ പ്രാപ്തനാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എല്ലാം മുന്നോട്ട് പോയി. പഠനത്തിനുള്ള സാഹചര്യങ്ങളില്ലാതെ ഒരു കിടപ്പിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പരാശ്രയം കൂടാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ഒരു മകനെ എങ്ങനെ പഠിപ്പിക്കും? കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് മുന്നോട്ട് ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരും. ദിവസങ്ങൾ മാസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. പഠനത്തിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ഒരുക്കി. കിടക്കയിൽ കിടന്ന എനിക്ക് പടിപടിയായുള്ള സൗഖ്യങ്ങളെ ദൈവം തന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ഒരുക്കി. തന്മൂലമായിട്ട് കല്ലിശ്ശേരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എബനേസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എനിക്ക് പഠനത്തിനുള്ള കാര്യങ്ങളെ പ്രിയപ്പെട്ടവർ തന്നെ, ഞങ്ങളുടെ താല്പര്യത്തിലല്ല അവരുടെ താല്പര്യത്തിൽ തന്നെ കാര്യങ്ങളെ ക്രമീകരിച്ചു. എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം 1 മുതൽ 10 വരെയുള്ള വിദ്യാഭ്യാസം ആ സ്കൂളിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. ആ പഠന കാലയളവിൽ ഞാൻ കേട്ടൊരു ദൈവശബ്ദമായിരുന്നു, ഉന്നത വിദ്യാഭ്യാസം ഞാൻ നിനക്ക് നൽകും. അത് ഞങ്ങൾക്ക് അന്ന് അസാധ്യമായിരുന്നു, അപ്രാപ്യമായിരുന്നു. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകയാൽ അത് പ്രവർത്തിക്കുവാൻ അവിടുന്ന് മതിയായവനാകയാൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ പഠനം പൂർത്തീകരിച്ചപ്പോൾ ഹയർ സെക്കൻഡറിക്കുള്ള ക്രമീകരണങ്ങളെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് ലഭ്യമാക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും എൻ്റെ പഠനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. മൂന്നാമതായിട്ട് ബികോം ഡിഗ്രിക്കുള്ള പഠനത്തിലുള്ള ക്രമീകരണങ്ങളെ ആലായിലുള്ള ശ്രീനാരായണ കോളേജിൽ കർത്താവ് എനിക്ക് ലഭ്യമാക്കുവാനിടയായിരുന്നു. അവിടെ ഈ 3 വർഷം എൻ്റെ പഠനം പൂർത്തീകരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് ഇട നൽകി. അതിനുശേഷമായിട്ട് കമ്പ്യൂട്ടർ പഠനം നടത്തണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ പറയപ്പെട്ട സാഹചര്യം, ഞാൻ കടന്നു പോകുന്ന സ്ഥാപനത്തിൽ എൻ്റെ സൗകര്യാർത്ഥം കമ്പ്യൂട്ടർ ഡിവൈസസ് താഴ്ത്ത നിലയിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ എനിക്ക് മുകളിലത്തെ നിലയിലേക്ക് പോയി ചെന്ന് പഠിക്കുവാനോ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം സംജാതമായിരുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ഒരു അധ്യാപകനെ ദൈവത്തിൻ്റെ മുന്നറിവിനനുസരണമായിട്ട് ആ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഞാൻ അങ്ങനെ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ മുന്നറിവിനനുസരണമായിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് നയിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുന്നറിവിനനുസരണമായിട്ട് ഒരു അധ്യാപകനെ എൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് അയച്ച് എൻ്റെ പഠനം 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എൻ്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പൂർത്തീകരിക്കുവാൻ കർത്താവ് ഇട നൽകി. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനൊടുവിലാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മകൻ ലഭ്യമായത്. അവരെ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു നേർച്ച നടന്നതുപോലെ, ഒരു തീരുമാനമെടുത്തതുപോലെ അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു മകനെ ഞങ്ങൾക്ക് ദൈവം നൽകി തന്നാൽ അവനെ ദൈവത്തിന് കൊടുക്കും, ദൈവത്തിന് അവനെ സമർപ്പിക്കുമെന്ന് തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശാരീരികമായ വൈകല്യങ്ങളുള്ള മകൻ, അവർ തളർന്നു പോയില്ല, പ്രാർത്ഥനയിൽ തുടർന്നു, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീർന്നു. കാലങ്ങളും വർഷങ്ങളും കടന്നുപോയപ്പോൾ ഓരോ ദിവസവും ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കൊടിയെത്തുമ്പോൾ പ്രവാചക ദൈവദാസന്മാർ മറ്റാരോടും ദൂത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ തലയിൽ കൈവച്ച് എന്നോട് ദൂത് പറയും, നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട്. അനേക വേദികളിൽ എൻ്റെ നാമമഹത്വത്തിനായിട്ട് ഞാൻ നിന്നെ ശക്തിയോടെ ഉപയോഗിക്കും.
രാജ്യങ്ങൾക്ക് ഞാൻ നിന്നെ അനുഗ്രഹമാക്കും എന്നൊക്കെ കേൾക്കും. അപ്പോഴൊക്കെ ഈ വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ ചിരിക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. കാരണം പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് എങ്ങനെ രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ കഴിയും? നമ്മുടെ മാനസിക ബുദ്ധി എപ്പോഴും ചെറിയ നിലയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഓർപ്പിച്ചല്ലോ, ഇത് വിശ്വാസത്തിൻ്റെ വർഷമാണ്. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയായി പരിണമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വ്യാപരിക്കുവാനായിട്ടിടയായി തീർന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് യാക്കോബിൻ്റെ ലേഖനം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയായിട്ട് പരിണമിക്കുവാൻ നാം ഒരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികളെ നമ്മുടെ ദൃശ്യമായ നഗ്നമായ കണ്ണിന് മുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ വൈക്യമായിട്ട് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി പഠനം കമ്പ്യൂട്ടർ പഠനം പൂർത്തീകരിച്ചു. ദൈവത്തിന് വേണ്ടി ജനിക്കുന്നതിന് മുമ്പേ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നേർച്ച നേർന്നതാണ്. പ്രാർത്ഥനയോടെ ആയിരുന്നു പഠിക്കാനുള്ള ഈ സാഹചര്യം. ദൈവം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ സംജാതമായില്ല. എന്നാൽ പഠനങ്ങളെല്ലാം സെക്കുലർ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ദൈവത്തിന് പഠനത്തിലുള്ള ക്രമീകരണങ്ങളെ ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ മണക്കാല ഫെയ്ത്ത് സെമിനാരിയിൽ നിന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും മണക്കാല ഫെയ്ത്ത് സെമിനാരിൽ തന്നെ ഗ്രാജുവേറ്റ് ചെയ്യുവാനും കർത്താവ് എനിക്ക് ഇടം നൽകി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവൃത്തി അഗോചരമാണ്, അത്യത്ഭുതമാണ്. നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും ഗ്രഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവേ, അവിടുത്തെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, അവിടുത്തെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. മൃഗപ്രായരായ മൂഢരായ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അറിയുവാനോ അതിൻ്റെ ആഴത്തിലും അർത്ഥത്തിലും ഗ്രഹിക്കുവാനോ കഴിയാതിരിക്കുമ്പോൾ, ദൈവം വാക്കുതത്വങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് വാക്ക് മാറാത്ത നല്ല കർത്താവാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങനെ ആ കോഴ്സ് 3 വർഷം പൂർത്തീകരിക്കുവാനും ഗ്രാജുവേറ്റ് ചെയ്യുവാനും കർത്താവ് ഇടം നൽകി. അതിനുശേഷമായിട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അംഗീകൃത ശുശ്രൂഷകനുള്ള PG കോഴ്സും കുമ്മനാട് നിന്ന് പൂർത്തീകരിക്കുവാൻ കർത്താവ് എനിക്കിടം നൽകി. അങ്ങനെയാണെങ്കിൽ 4 ഇടങ്ങളിൽ സെക്കുലർ പഠനവും 2 ഇടങ്ങളിൽ ബിബ്ലിക്കൽ സ്റ്റഡി നടത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ലോകത്തിൽ ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ജ്ഞാനം ലോകജ്ഞാനമല്ല, പ്രത്യേക ദൈവത്തിൻ്റെ ജ്ഞാനമാണെന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒഴിവ് സമയങ്ങളിൽ അവസരം ലഭ്യമാകുമ്പോഴൊക്കെ എനിക്ക് ഉള്ള സ്കൂട്ടറിൽ സഞ്ചരിച്ച് തെരുവോരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെന്നും ലോകരക്ഷകനെന്നും സമാധാനദായകനെന്നും പാപവിമോചകനെന്നും ലോകത്തോട് വിളിച്ചു പറയുവാൻ കർത്താവ് എനിക്ക് ഇടം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ചില ദിവസങ്ങളെ ജീവിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഈ പകലിലും നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ ഈ എളിയവനായ എനിക്ക് കർത്താവ് ഇടം നൽകിയെങ്കിൽ, കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. അസാധ്യതകളുടെ നടുവിൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ തന്നിൽ ആശ്രയിക്കുന്നവന് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവന് വേണ്ടി ചെയ്യുവാൻ തികവുള്ള, കഴിവുള്ള, സർവശക്തിയുള്ള ദൈവമാണ്. ഇതിനൊക്കെ നിദാനമായ ഒരു കാരണമുണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസവും പ്രാർത്ഥനയും. വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ ഓർപ്പിച്ചു. എന്നാൽ ഞാൻ മറ്റൊരു നിർവചനം നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ BCom പഠനം കഴിഞ്ഞതായതുകൊണ്ട് കൊമേഴ്സിൻ്റെ ഒരു നിർവചനം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കൊമേഴ്സിൽ എക്കണോമിക്സിൽ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പോസിബിലിറ്റി ഓഫ് ലോസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എ ബിസിനസ്മാൻ ഈസ് കോൾഡ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ, റിസ്ക് എന്ന് പറഞ്ഞാൽ ദേവദാസനോട് ഓർപ്പിച്ചില്ല, രാജ്പാസോട് ഓർപ്പിച്ചല്ലോ. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായിയുടെ നിയന്ത്രണത്തിന് അതീതമായി സംഭവിക്കുവാൻ ഇടയുള്ള നഷ്ടത്തെ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിനെയാണ് റിസ്ക് അല്ലെങ്കിൽ സാഹസികത എന്ന് പറയുന്നത്. ബിസിനസ് ആകുമ്പോൾ നഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. എന്നാൽ
എന്നാൽ എനിക്ക് നഷ്ടമുണ്ടാകത്തില്ല, ലാഭം തന്നെ, പ്രോഫിറ്റ് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി സധൈര്യം മുന്നോട്ട് നീങ്ങുന്നതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കിടപ്പിലായിരുന്ന സമയത്ത് ഒരു ദൈവദാസി എൻ്റെ ഭവനത്തിൽ വന്ന് ഒരു ദൈവശബ്ദം എൻ്റെ മാതാപിതാക്കളോട് പറയുവാനിടയായി തീർന്നു. മരിക്കത്തക്ക രോഗങ്ങൾ മകന് ഉണ്ടാകും, എങ്കിലും മരിക്കില്ല. 2 ആഴ്ചയ്ക്ക് ശേഷമായിട്ട് കട്ടിൽ കിടത്തരുത് എന്ന് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുന്നറിവിന് അനുസരണമായിട്ട് എൻ്റെ മാതാക്കൾ, എൻ്റെ അമ്മയും എൻ്റെ അമ്മച്ചിയും, എൻ്റെ പിതാവ് പ്രവാസ ജീവിതത്തിലായിരുന്നതുകൊണ്ട് പിതാവിൻ്റെ അടുത്തില്ലായിരുന്നു, എൻ്റെ അമ്മയും എൻ്റെ അമ്മച്ചിയും 2 ഇടങ്ങളിലേക്ക് എന്നെ കട്ടിൽ കിടത്തിയിട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവത്തിൻ്റെ മുന്നറിവിന് അനുസരണമായിട്ട് ആ സമയത്ത് തന്നെ ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണു. താഴെ വീഴരുത്, സ്ഥലക്കുരുവത്തിൽ ക്ഷതം സംഭവിക്കരുത്, ഫിക്സ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ ഞാൻ താഴെ വീണു. അന്നേ ദിവസം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാത്രി ആയപ്പോഴേക്കും എനിക്ക് ഫിക്സ് വന്നു. ഓടി തൊട്ടടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി. ഫസ്റ്റ് എയ്ഡ് നൽകിയ ഡോക്ടർ പറഞ്ഞു, ആള് പോയിട്ടുണ്ട്. എന്നാ പറഞ്ഞാൽ ഹി ഈസ് നോ മോർ, അവൻ മരിച്ചു പോയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംതൃപ്തിക്ക് വേണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ 2 ആഴ്ച മുമ്പേ കേട്ട ആ ദൈവശബ്ദത്തിന് മുമ്പിൽ മാനുഷിക ശബ്ദത്തെ, ഡോക്ടറിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് റിസ്ക് എടുക്കുവാൻ എൻ്റെ മാതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ തയ്യാറായി. എന്താണ് കാരണം? ഒരു ദൈവശബ്ദം കേട്ടു, മരണം സംഭവിക്കുന്ന സാഹചര്യം വരെ എത്തും, എന്നാലും അവൻ മരിക്കില്ല, എനിക്ക് അവനെ ഉപയോഗിക്കാനുള്ള ദൈവശബ്ദം മാതാക്കളുടെ ഹൃദയത്തിൽ ധൈര്യമായി വിശ്വാസമായി അങ്കുരിക്കുവാൻ ഇടയായതുകൊണ്ട് അവർ സധൈര്യം മാനുഷിക ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് ദൈവശബ്ദത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവശബ്ദത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അവർ മുന്നോട്ട് യാത്ര ചെയ്തു. പകുതി വഴിയൊക്കെ ആയപ്പോഴേക്കും തികച്ചും നിശ്ചലമായ നിർജീവമായ ഒരു ശരീരവുമായിട്ടാണ് അവർ യാത്ര ചെയ്യുവാനായിട്ടിടയായി തീർന്നത്. എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം അവർ കൈവിട്ടില്ല. പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ കട്ടിലിൽ കൊണ്ട് കിടത്തിയ മാത്രയിൽ നിശ്ചലമായിരുന്ന നിർജീവമായിരുന്ന ഇരുകരങ്ങളും ചേർത്തടിക്കുവാൻ ഇടയായി എന്ന് എൻ്റെ മാതാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. വിശ്വാസം പ്രവൃത്തിയായി മാറുമ്പോഴാണ് ദൈവപ്രവൃത്തി നമുക്കായിട്ട് സാധ്യമാകുന്നത്. വിശ്വാസം പ്രവൃത്തിയായിട്ട് മാറിയില്ലെങ്കിൽ അത് നിർജീവമാണ്. നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാനോ ദൈവപ്രവൃത്തി നമുക്ക് ആസ്വദിക്കുവാനോ കഴിയില്ല. എന്നാൽ വിശ്വാസം പ്രവൃത്തിയായി പരിണമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവം ഇടപെടുവാൻ ഇടയായിത്തീരും. മാനുഷിക ഇടപെടലുകൾ മാറി ദൈവത്തിൻ്റെ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കാലങ്ങളും മാസങ്ങളും വർഷങ്ങളും നീണ്ട് ഇന്ന് വരെയും എത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒരു ദൈവവചനം കൂടെ നിങ്ങളെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ദീർഘനാളത്തെ പ്രവാസത്തിന് വിരാമിട്ട് എൻ്റെ പിതാവ് എന്നോട് വിശ്രമം നയിക്കുന്നു. ഇന്ന് ഈ സഭായോഗത്തിൽ എൻ്റെ പിതാവ് സംബന്ധിക്കുന്നു. ദീർഘനാളത്തെ അധ്യാപന ജീവിതത്തിന് വിരാമമിട്ട് എൻ്റെ മാതാവ് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭവനത്തിൽ ആയിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് യാഗത്തിൽ സംബന്ധിക്കുവാൻ കർത്താവ് ഇടം നൽകി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി വലിയതാണ്. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ഒരു ഭാഗം കൂടെ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ പരിമിതപ്പെടുത്തുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹീതമായ വേദശകലത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് വിടവാങ്ങൽ സന്ദേശം ശിഷ്യന്മാരുമായിട്ട് കൈമാറുന്നതാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അടുത്ത വാക്യം, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവിടെ
അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, ഇന്നിൻ്റെ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പോലെ കഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകാതിരിക്കാൻ ഇടയുണ്ട് എന്നല്ല പറഞ്ഞത്. ക്രിസ്തു ഭക്തന് ലോകത്തിൽ നിശ്ചയമായിട്ടും കഷ്ടമുണ്ട്. ഇൻ ദിസ് വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ, ബട്ട് ഇൻ മീ യു ഹാവ് പീസ്. ആൻഡ് നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്. ഇൻ മീ യു ഹാവ് കറേജ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻ മീ യു ഹാവ് അൾട്ടിമേറ്റ് വിക്ടറി. നിങ്ങൾക്ക് എന്നിൽ ആത്യന്തികമായ വിജയമുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, കഷ്ടമുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു വാക്ക് എങ്കിലും എന്ന പദം കൊടുത്തിട്ട് അതിനേക്കാൾ പ്രാധാന്യമുള്ള 3 പദം അവിടെ ഓർപ്പിക്കുകയാണ്. ആദ്യം യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിശ്ചയമായിട്ടും നിങ്ങൾ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ 3 കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്, നിങ്ങൾക്ക് എന്നിൽ ധൈര്യമുണ്ട്, നിങ്ങൾക്ക് എന്നിൽ ആത്യന്തികമായ വിജയമുണ്ട്. എന്താണ് എങ്കിലും എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ വാക്യം ഞാൻ പറഞ്ഞു പോകാം. 2-3 വാക്യങ്ങളിൽ ഓർപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകുന്നു എന്നുള്ളത് അവർക്ക് വിഷമം നൽകുന്ന കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സങ്കടം തരുന്ന ഒരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം പറയുന്നു. സുപ്പീരിയേഴ്സ് ബിസിനസ്സിൽ, കൊമേഴ്സിൽ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനെ കൂടെ ഇരുത്താറില്ല. എന്നാൽ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സകലത്തിൻ്റെ ഉടയവനായ ദൈവം തൻ്റെ ഭക്തന്മാരോട് ഓർപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാന്റെ ലേഖനത്തിൽ അതൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളിൽ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കേണ്ടത് ആകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ നമ്മുടെ ആത്മമണവാളനായ കർത്താവ് പോയിരിക്കുകയാണ്. സ്ഥലമൊരുക്കിയാൽ അവിടുന്ന് പിന്നെയും വരും. എന്തിനു വേണ്ടി? നമ്മളെ ചേർക്കുവാനായിട്ട്, നമ്മളെ തന്നോടുകൂടെ ഇരുത്തുവാനായിട്ട്. ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ഇതിൽ വലിയ പ്രത്യാശ വിശ്വാസ സമൂഹത്തിന് എന്താണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്? നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ടാകും, എന്നാൽ കൂടെ ഇരിക്കുന്ന കർത്താവ് ഓർപ്പിക്കുകയാണ്, ഞാനോ ലോകാവസാനത്തോളം മാതാപിതാക്കൾക്കോ മക്കൾക്കോ സ്നേഹിതന്മാർക്കോ സഹോദരന്മാർക്കോ, എന്തിനു പറയുന്നു പാസ്റ്റർമാർക്ക് പോലും പറയാൻ കഴിയാത്ത ധൈര്യം പകർന്നു തരികയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. അത് ഇഹലോകത്തിലെ കാര്യം. മേലോകത്തിലെ കാര്യം പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇഹലോകത്തിലും മേലോകത്തിലും നമ്മെ കൂടിയിരുത്തുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിനെ പിൻപറ്റുവാൻ, പ്രാരംഭത്തിലൂടെ കേട്ടതുപോലെ കർത്താവിനെ കൂടെ കൂട്ടുവാൻ, ഈ ലോകത്തിൽ ലഭ്യമാകുന്ന ഏതെങ്കിലും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവിനെ കൂടെ കൂട്ടിയത്. നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ നിത്യത കൂടി നമുക്ക് വാഗ്ദത്തം ചെയ്ത് കർത്താവ് നമ്മുടെ പ്രാണ സ്നേഹിതനായതുകൊണ്ട്, എന്തിന് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു? ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എന്തിനു വേണ്ടി കർത്താവ് പോയി? ഈ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് കഷ്ടമല്ലാതായിട്ട് മാറും. ഞാൻ എൻ്റെ മുമ്പോട്ട് പോകട്ടെ. അവിടെ ഓർപ്പിച്ചത്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ശിഷ്യന്മാരെ ഉറപ്പിച്ചു പോകുന്നത് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുമല്ലോ. അപ്പം
അപ്പോൾ തന്നെ അവരോട് ഓർപ്പിച്ച 3 കാര്യം വേഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. വീണ്ടും എടുത്തു പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. പാപിയല്ലാതിരിക്കെ, പാപം ചെയ്യാതിരിക്കെ, പാപം അറിയാതിരിക്കെ, പാപമാക്കപ്പെടുമ്പോഴും പാപത്തിൻ്റെ ശിക്ഷയായ ക്രൂശ് മരണം വരിക്കുമ്പോഴും, പാപികളാൽ മുൾക്കിരീടം ഏൽക്കുമ്പോഴും, ചാട്ടവാർ അടിയേൽക്കുമ്പോഴും, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച, ആ ക്രൂശിൽ അനുഭവിച്ച ആ സമാധാനമുണ്ടല്ലോ, ആ സമാധാനമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തന്നിരിക്കുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്നിൽ ധൈര്യമുണ്ട് എന്നുള്ളതാണ്. ആ ധൈര്യത്തിലാണ് ശിഷ്യന്മാർ സുവിശേഷം അറിയിക്കുവാനായിട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ഒരു സധൈര്യം ഇറങ്ങിയത്. അപ്പോൾ തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലും മറ്റൊരുത്തരും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല, മറ്റൊന്നിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് സധൈര്യം അവനെ പറയുവാൻ പ്രേരിപ്പിച്ചത് കർത്താവ് അവർക്ക് നൽകിയ ധൈര്യമാണ്. മാത്രമല്ല, കഷ്ടങ്ങളുടെ കടന്നു പോകുമ്പോഴും അവിടെ മറ്റൊരു ധൈര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 4:17 നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൽ നിത്യഖണ്ഡങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ലൈറ്റ് അഫ്ലിക്ഷൻസ്, മൊമെന്ററി അഫ്ലിക്ഷൻസ് ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. ലീഡ്സ് us to enjoy as for more exceeding and eternal weight of glory. നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത നിത്യ തേജസ്സിന്റെ അഖനം അനുഭവിക്കുവാൻ നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം കാരണമായി തീരുന്നുവെങ്കിൽ അതാണ് ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്നത്, അതാണ് നമുക്ക് ധൈര്യം പകരേണ്ടത് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്നിൽ ജയമുണ്ട് എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ആ ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് ഓർപ്പിക്കുകയാണ്. യഹൂദ നിയമപ്രകാരം അവർ വിചാരിച്ചു ഈ ക്രൂശ് മരണം കൊണ്ട് യേശുവിനെ അവസാനിപ്പിക്കാമെന്ന്. എന്നാൽ ആ ക്രൂശിനെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് നമ്മുടെ അനുയായി, നമ്മുടെ മുൻഗാമി യേശു ക്രിസ്തുവാണ്. ആ കർത്താവിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും മരണത്തിനപ്പുറമായൊരു ജീവിതം. ഈ ലോകത്തിൽ രോഗം ഇന്ന് രോഗം വന്ന് സൗഖ്യമായാൽ നാളെ വീണ്ടും രോഗം വരും. ഇന്ന് മരണത്തിന് അധീനമായ സാഹചര്യമായിരുന്നു, നമുക്ക് മരണത്തിന് അധീനമായ സാഹചര്യത്തിൽ നിന്ന് സൗഖ്യം ലഭ്യമായി നാം ഉയർത്തെഴുന്നേറ്റെങ്കിൽ നാളെ വീണ്ടും മരണം സംഭവിക്കും. അതാണ് യായിറോസിന്റെ മകളുടെയും നയീനിലെ വിധവയുടെ മകന്റെയും ലാസറിന്റെയും ഒക്കെ സന്ദർഭം നമ്മെ ഓർപ്പിക്കുന്നത്. വീണ്ടും മരണം സംഭവിക്കും. കാരണം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇന്ന് വരെ സാധ്യമായിട്ടില്ല, വീണ്ടും മരണം സംഭവിക്കും. എന്നാൽ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം കർത്താവിൽ നമുക്ക് ഉണ്ട് എന്നുള്ള ബോധ്യം ഈ നമുക്ക് തിരുവചനം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുവാനും ആശവയ്ക്കുവാനും ഇടയായി തീരട്ടെ. ഒരു സഹോദരനും എനിക്ക് ഉണ്ട്. സഹോദരൻ കുടുംബമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് നടത്തുന്നു. കർത്താവ് നടത്തുന്ന വിധങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്, അവർണ്ണനീയമാണ്. ഈ പകലിലും നിങ്ങളോടൊപ്പമായിരുന്ന് കർത്താവിൻ്റെ ഉയർത്തുമായി ലഭ്യമായ അവസരത്തിന് ഹൃദയംഗമായി നന്ദി. ബഹുമാനപ്പെട്ട കർത്തദാസനും ദൈവസഭയ്ക്കും നന്ദി അറിയിച്ച് ഇത്രയും സമയം ദൈവ അനുഭവം സംസാരിക്കുവാൻ കൃപ നൽകിയ കർത്താവിന്